എടോ, ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ടാണോ താൻ ക്ലയന്റിനെ ഹാൻഡിൽ ചെയ്യണത്? ഇതെങ്ങനെ VP അറിഞ്ഞ പിന്നെ നമ്മൾ എൻ്റെ ടീമിന് അതിന്റെ നാണക്കേട്. ഇതൊക്കെ ഇപ്പൊ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഫുഡ് ഓർഡർ ചെയ്യും. നാളത്തെ മീറ്റിങ്ങിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായ പിന്നെ താനൊക്കെ വീട്ടിൽ ഇരിക്കുകയുള്ളൂ. വച്ചിട്ട് പോടോ. ജയറാമേ, മോളുടെ ബർത്ത്ഡേ ആയിട്ട് ഇന്നെങ്കിലും ആ ഫോണൊന്ന് മാറ്റി വെച്ചൂടെ? ഇങ്ങനെ ഇവിടെ കിടന്ന് ഫോൺ വിളിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ പോയാൽ മതിയായിരുന്നല്ലോ. എടി, നിങ്ങൾക്കല്ലായിരുന്ന ഞാൻ ലീവ് എടുത്ത് നിങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് നിർബന്ധം. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകാത്തോണ്ട് എല്ലാം കുളമായിട്ട് കിടക്കുക. നിങ്ങൾ നിങ്ങളുടെ ഓഫീസും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. എടി, നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. നമ്മുടെ ഫാമിലിയിലെ ഗെറ്റ് ടുഗദർ വന്നപ്പോൾ നീ ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പോയോളല്ലേ. ജയറാമേ, ആ ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കോ. എടി, VP യാ വിളിക്കുന്നേ. ഒരു പ്രശ്നം ഉണ്ടാവില്ല സാർ. ആ, ഓക്കെ സാർ. ചന്ദ്രൻ, മീറ്റിംഗ് തുടങ്ങാറ്. അതാ വരുമോ? ഹലോ ടീച്ചർ, എന്തെങ്കിലും എമർജൻസി ആയിരുന്നോ? ഞാനൊരു മീറ്റിങ്ങിന് കയറാൻ തുടങ്ങുമായിരുന്നു. മാഡം, എൻ്റെ അച്ഛനെ വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എനിക്കിന്ന് ദക്ഷന് എക്സ്ട്രാ ടൈം നോക്കാൻ പറ്റില്ല. ഒന്ന് അവളെ വേഗം വന്ന് പിക്ക് ചെയ്യാവോ? അയ്യോ, പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഞാൻ അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോവാം. ടീച്ചറെ, വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ ടീച്ചറെ എക്സ്ട്രാ ടൈം നോക്കാൻ ഏൽപ്പിച്ചേക്കുന്നത്. അത് മാത്രമല്ല, ഹസ്ബൻഡിന് നൈറ്റ് ഷിഫ്റ്റാ. ടീച്ചർ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ വിളിക്കാവേ. ഒരു ദിവസം പോലും അവർക്ക് സ്വന്തം കൊച്ചിനെ നോക്കാൻ വയ്യേ. ദക്ഷ, നാളെ ഒന്നും എക്സ്ട്രാ ട്യൂഷൻ ഇല്ലാന്ന് അമ്മയോട് പറഞ്ഞേക്കണം. ഇന്ന് ഈ റെഗുലർ ക്ലാസ്സിന് മാത്രം വന്നാൽ മതി. ഒരു അത്യാവശ്യത്തിന് പുറത്തു പോകാൻ പറ്റില്ല എന്ന് വെച്ചാ. ഡേയ്, നീ പറഞ്ഞ പയ്യൻ എങ്ങനെ സാധനം വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുമോ? ഡേയ്, ആദ്യം നമുക്ക് അവനെ കൊണ്ട് ഇത് ട്രൈ ചെയ്യിപ്പിക്കാം. അവൻ ട്യൂഷൻ കട്ട് ചെയ്താണ് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് 2-3 മണിക്കൂറെല്ലാം കിട്ടും. ഡേയ്, നീ ഇന്നും കട്ടടിച്ചാ? ഞാൻ പറഞ്ഞില്ലേ സാധനം അതിതാണ്. നിന്റെ കൂട്ടുകാരൻ വരുമെന്നല്ലേ പറഞ്ഞേ? അവന് വയ്യ. നിന്റെ വീട്ടിലുള്ളവരൊക്കെ വരും. അവരൊക്കെ വരുമ്പോ രാത്രിയാവട്ടെ. എന്നാ സീനില്ല, നീ വാ, വണ്ടി കയറി. നിങ്ങളൊക്കെ ആരാ? അല്ല, അമ്മച്ചിക്ക് ഇപ്പൊ എന്ത് വേണം? ശരിടാ, കാണാം. ആരാ അവന്മാര്? എന്താണ് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോയാ? ഇതിൽ സാറിന് സൈൻ വാങ്ങിച്ചിട്ട് ഇന്ന് തന്നെ ഈ ഫയൽ പ്രോസസ് ചെയ്യണേ. ഓക്കെ. അമ്മ, ഓഫീസ് ടൈമിൽ വിളിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഡി, നീ വേഗം വീട്ടിലേക്ക് വാ. നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അമ്മ വീട്ടിൽ വന്നോ? അല്ല, എന്ത് പറ്റി? എന്ത് പറ്റിയെന്നൊക്കെ ഞാൻ വന്നിട്ട് പറയാം. നീ വേഗം വരാൻ നോക്ക്. അമ്മ വെറുതെ കളിക്കല്ലേ, അല്ലെങ്കിൽ തന്നെ ഇവിടെ നിന്ന് തിരിയാൻ സമയമില്ല. കാര്യം എന്താന്ന് വെച്ചാ പറ. ഡി, അബി ഇപ്പൊ എവിടെയാ? അവന്റെ ട്യൂഷൻ ക്ലാസ് കാണും. ട്യൂഷൻ ക്ലാസ്സിലല്ലേ? ഞാൻ അവനോട് ചോദിച്ചു. അവൻ ട്യൂഷൻ പോയിട്ട് തന്നെ 1 മാസം കൂടുതലായി.
ഞാൻ ഇന്ന് കിള്ളിപ്പാലത്ത് വെച്ച് അവനെ കുറെ ലോക്കൽ പയ്യന്മാരുടെ കൂടെ കണ്ടു. പിള്ളേരുടെ ജീവിതം തുലയ്ക്കാനായിട്ട് കുറേമാരുണ്ടല്ലോ. ഞാൻ തക്ക സമയത്ത് അവിടെ പോയതുകൊണ്ട് കൊള്ളാം, ഇല്ലെങ്കിൽ ഇവനെ അവന്മാരുടെ കൂടെ ബൈക്കിൽ കയറി പോയാനെ. എടി, സ്വന്തം കൊച്ചി എവിടെ പോണു എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നീ അവിടെ എന്ത് മലമറിക്കുകയാണ്? അമ്മ ഇപ്പം എത്തി? ഞാൻ വൈകുന്നേരം എത്തി. ആ, നീ എന്നും വരാൻ ഇത്രയും ലേറ്റ് ആവുമോ? ആക്ച്വലി 2 മണി തൊട്ട് 10 മണി വരെ എൻ്റെ ഷിഫ്റ്റ്. പിന്നെ ഓഫീസിൽ ഓരോ പരിപാടികൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും 12:30 1 മണിയാവും. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അമ്മ, നാളെ സംസാരിച്ചാൽ പോരെ? ഞാൻ ഇന്ന് ഓൾറെഡി ടയേർഡാണ്. അമ്മ, ഞാൻ ഇറങ്ങുവാണേ. എടി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോ. വേണ്ടമ്മേ, ഇപ്പം മര്യാദയ്ക്ക് ഇന്ന് കഴിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലില്ല. ദക്ഷ ഒന്ന് ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് പിക്ക് ചെയ്തേക്കണേ. ആ, ജയറാം എപ്പോൾ എണീക്കും? ആർക്കറിയാം. ഞങ്ങൾ രണ്ട് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങേരെ കാണുന്നത് തന്നെ സൺഡേയാ. ഞാൻ ഇറങ്ങുവാണേ അമ്മേ. സാർ, എന്തിൻ്റെ ബേസിസിലാണ് എനിക്ക് കിട്ടേണ്ട പ്രൊമോഷൻ ആര്യക്ക് പോയെന്നൊന്ന് പറയാവോ? ഓൾറെഡി എനിക്ക് മെറ്റേണിറ്റി ലീവിൻ്റെ പേരിൽ 2 വർഷത്തെ ഹൈക്ക് പോയി. അതും പോരാത്തതിനും ഇപ്പം സീനിയർ ആയിട്ടുള്ള എന്നെ മാറ്റി അവർക്ക് പ്രൊമോഷൻ. നമുക്കിന്ന് ഫസ്റ്റ് കിട്ടിയ സ്ഥിതിക്ക് അമ്മ വന്നിട്ട് ഐസ്ക്രീം കുടിക്കാൻ പോവാ. ഓക്കെ, നല്ല ഐഡിയ അത്. അമ്മൂമ്മ, അമ്മ വന്ന്. ആ കമ്പനിക്ക് വേണ്ടി 24 മണിക്കൂർ വർക്ക് ചെയ്ത് എനിക്കൊരു ഹൈക്ക് പോലും ഇല്ല. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ടീമിൽ വർക്ക് ചെയ്യണ്ട. എന്താണ് നിന്റെ പ്രശ്നം? അമ്മയൊന്ന് ചുമ്മാതിരിക്കാവോ? അല്ലെങ്കിൽ തന്നെ ഞാൻ വട്ട പിടിച്ചിരിക്കുക. എനിക്ക് കിട്ടേണ്ട മാനേജർ പോസ്റ്റ് ഇപ്പൊ വേറൊരുത്തേക്ക് കൊടുത്തിരിക്കുക. മാനേജർ പോസ്റ്റ്? എടി, മാനേജർ ആകണ മുമ്പ് ആദ്യം അമ്മയാകാൻ നോക്ക്. ഓഫീസിലെ ജോലി ഓഫീസിൽ തന്നെ തീത്തിട്ട് വരണം. അല്ലാതെ ആ കൊച്ചി എന്ത് സ്നേഹത്തോടെയാ നിന്റെ അടുത്ത് ട്രാഫിക് കാണിക്കാനായിട്ട് ഓടി വന്നത്. എന്നിട്ട് നീ അതേങ്ങനെ നിങ്ങൾക്ക് പിള്ളേരെ നോക്കാൻ എവിടെയാ സമയം? എടി, ചത്ത് കിടന്ന് പണിയെടുത്ത് മാനേജറായിട്ട് നീ ആരെ തപ്പിക്കാനാ? നാളെ ഈ പിള്ളേരൊക്കെ വളർന്ന് വലുതാവും. നിങ്ങൾ നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞ് നടന്നാലേ നാളെ ആ പിള്ളേർക്ക് അച്ഛൻ അമ്മ എന്ന് പറഞ്ഞുള്ള സ്നേഹം പോലും കാണൂല. ഒരു പ്രായത്തിന് ശേഷം അവരുടെ കളിയും ചിരിയും കണ്ടില്ലല്ലോ, അവരെ നേരെ സ്നേഹിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടേ ഒരു കാര്യവുമില്ല. Ready? 1, 2, 3. രണ്ടുപേരും എന്താണ് കാണിക്കുന്നേ? ഓക്കെ സാർ. ഷുവർ സാർ, ഷുവർ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നാളെ ഞാൻ സ്കൂളിൽ പോകുമ്പോ എന്റെ മൂക്ക് പച്ച കളർ ഇരിക്കും. ഇല്ലടാ, ഞാൻ തുടച്ചു തരാം. ഇതിപ്പോ തുടച്ചാ പോന്നേ ഉള്ളൂ. നോക്ക്.
ചാന്ദിനി, എനിക്ക് പ്രൊമോഷനായി. ആഹാ, കൺഗ്രാറ്റ്സ്. റീജിയണൽ മാനേജറായിട്ടാണ്. പോസ്റ്റിംഗ് ഹൈദരാബാദിലാണ്. മിക്കവാറും ഈ മാസം തന്നെ ജോയിൻ ചെയ്യേണ്ടി വരും. ഹൈദരാബാദിലോ? അതെ. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുവാണോ? എടി, ഇവിടെ നിന്ന് എല്ലാവരെയും കൂടെ കൊണ്ടുപോകുന്ന കാര്യം നടക്കുകയൊന്നുമില്ല. ഭയങ്കര എക്സ്പെൻസാണ്. അത് മാത്രമല്ല, റെൻറ്റും പിന്നെ പിള്ളേരുടെ സ്കൂൾ ഫീസും എല്ലാം കൂടെ ഇവിടത്തെക്കാളും 3 ഇരട്ടിയാണ്. അപ്പൊ ജയറാം അവിടെ തന്നെ പോകാനാണോ പോകുന്നത്? ജയറാമ, അത് ശരിയാവില്ല. പോസ്റ്റിംഗ് ഇവിടെയാണെങ്കിൽ മാത്രം ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്താൽ മതി. എടി, നീ ഇതെന്തോന്ന് പറയണത്? ഈ ഓഫറിന് വേണ്ടി ഓഫീസിൽ ഹെവി കോമ്പറ്റീഷൻ നടക്കുക. അപ്പോഴാ ഞാൻ എന്തായിരുന്നാലും പോവും. ഓ, അപ്പൊ ജയറാമിന് എന്നെയും പിള്ളേരൊന്നും കാണണ്ട അല്ലേ? ഓ, നീ പറയണേട്ടോ തോന്നും ഞാൻ ഇവിടെ ഫുൾ ടൈം നിങ്ങളുടെ കൂടെയാണ് ഇരിക്കണേന്നുള്ളത്. എടി, ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ നിങ്ങളെല്ലാവരും ഉറങ്ങും. നിങ്ങളുടെ ആരും മുഖം പോലും ഞാൻ കാണണില്ല. എന്നാൽ ആകെ കിട്ടുന്ന ഒരു സൺഡേ അല്ലേ, അത് ഞാൻ വീഡിയോ കോൾ ചെയ്തോളാം. ജയറാം എത്ര ഈസി ആയിട്ടാണ് ഡിസിഷൻ എടുത്തത്. എന്നെയും പിള്ളേരെ ഇവിടെ വിട്ടിട്ട് തനിച്ചു പോകാൻ ജയറാമിന് ഒരു പ്രശ്നമില്ല. കാരണം ഇവിടെ ആരും തമ്മിൽ ആരും മിസ് ചെയ്യില്ല. ഒരിക്കലെങ്കിലും ഒരുമിച്ച് ഇരുന്നിട്ടുണ്ടെങ്കിലല്ലേ മിസ് ചെയ്യുള്ളൂ. ജയറാം ഇപ്പൊ എന്തിനാ ഹൈദരാബാദിൽ പോന്നെ? കുറെ കാശുണ്ടാക്കാനോ അതോ വലിയ പൊസിഷൻ ഉണ്ടാക്കാനോ? ജയറാം, നമ്മൾ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നേ? എല്ലാവരും കൂടെ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാനല്ലേ? ജയറാം തന്നെ പറ, ഈ വീട്ടിൽ ആ സന്തോഷമുണ്ടോ? കരിയർ എന്നും പറഞ്ഞ് ഞാനും കടന്ന് കുറെ ഓടി. പക്ഷെ ആ ഓട്ടത്തിന്റെ ഇടയ്ക്ക് എന്തൊക്കെ മിസ് ചെയ്തു എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലായത്. ജയറാമേ, ഇനിയെങ്കിലും നമുക്ക് ഈ ഓട്ടം വേണ്ട. ഇനിയിപ്പോ ജയറാം ഹൈദരാബാദിൽ പോയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് ജീവിക്കാനുള്ളതൊക്കെ ഇവിടെ തന്നെ ഇല്ലേ? ജയറാമല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞ് എന്റെയും കുഞ്ഞുങ്ങളുടെ മുഖം പോലും കണ്ടിട്ടില്ലെന്ന്. ഇനിയും അങ്ങനെ പോകാനാണോ പ്ലാൻ? ശ്യാമേട്ടല്ലേ? ശ്യാമേട്ടൻ വെച്ച വീടായിരുന്നു. ഓ, ശരി. അച്ഛാ, അന്താക്ഷരി കളിച്ചാലോ? പിന്നെന്ത്, കളിക്കാമല്ലോ. അച്ഛാ ആദ്യം പാട്. ഓക്കെ, എന്നാ ഞാൻ തന്നെ തുടങ്ങാം. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവച്ചൊരൻ മുല്ല മുട്ടിലൂറും അത്തറുന്നു വേണ്ടേ? വാ, പെട്ടെന്ന് പാടിക്കോ. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമി നേരമെന്തിനു തേങ്ങി നിലാവിൻ. ഞാൻ മാത്രമല്ല, ഇവനും കാതുകുത്തി. നിന്റെ അമ്മ അവനെ കൊല്ലൂ. ഈ കാലത്ത് കരിയറിൽ മുന്നേറാനും പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിൽ ജീവിക്കാൻ പോലും മറന്നു പോകുന്ന ആൾക്കാരാണ് കൂടുതൽ. നമ്മൾ ഭൂരിഭാഗം പേരും കരിയറിന് കൊടുക്കുന്നൊരു പ്രയോറിറ്റി അത് സ്വന്തം ഹെൽത്തിനോ റിലേഷൻഷിപ്പിനോ ഫാമിലിക്കോ പോലും കൊടുക്കാറില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ പല ഫാമിലീസിനെ എടുത്തു നോക്കിയാൽ അവിടെ പാർട്ട്നേഴ്സ് തമ്മിലായാലും കുട്ടികളോടായാലും ഒരു ബോണ്ടിങ്ങോ അറ്റാച്ച്മെൻറ്റോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുക. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പലരും ചിലപ്പോൾ ഇതേ ഓട്ടത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 2 മിനിറ്റ് നിങ്ങൾ ഇരുന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഒരിക്കലും പൈസ ഉണ്ടാക്കുക എന്നതല്ല, മറിച്ച് സന്തോഷത്തോടെ ജീവിക്കുക എന്നതാണ്. ഒരു കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ ആദ്യം അവിടുത്തെ റിലേഷൻഷിപ്പുകൾ സ്ട്രോങ് ആവണം. ആ വീട്ടിൽ മനസ്സമാധാനം ഉണ്ടാവും. ഇതൊന്നുമില്ലാതെ എത്ര കാശുണ്ടാക്കിയിട്ടും ഒരു കാര്യമില്ല.
പിന്നെ കുറച്ച് കാശ് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പാർട്ട്ണറെയും മക്കളെയൊക്കെ വിട്ടിട്ട് ജോലി ചെയ്യുന്നവർ ഒരിക്കൽ കൂടി ഒന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ കഴിവതും ഒരുമിച്ച് ജീവിക്കാൻ തന്നെ ശ്രമിക്കുക. നമ്മളെല്ലാവരും ഈ ലോകത്ത് കുറച്ച് കാലമേ ഉണ്ടാവുള്ളൂ. ആ സമയത്തുള്ള സ്ട്രെസ്സൊക്കെ തലയിൽ കയറ്റി വെച്ച് ജീവിതം ഓടി തീർക്കാതെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ഈ ജീവിതം ആസ്വദിച്ച് തന്നെ ജീവിക്കുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു. ഈ കാലത്ത് വർക്ക് സ്ട്രെസ് കാരണം പല കുടുംബജീവിതങ്ങളും ഇല്ലാതാവുകയാണ്. ഈ ഒരു അവസ്ഥ മാറാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ചുറ്റും തന്നെ വർക്ക് സ്ട്രെസ് കാരണം ജീവിക്കാൻ മറന്നുപോയ ഒരുപാട് പേര് കാണും. അവരെ ഒന്ന് ചിന്തിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ ജീവിതം ഒന്ന് ബെറ്റർ ആക്കാൻ ഈ വീഡിയോയ്ക്ക് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക. SK ടോക്സിൻ്റെ വീഡിയോസ് കാണുന്ന 80% കൂടുതൽ പേരും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നിങ്ങൾ നമ്മുടെ ഫാമിലിയുടെ ഭാഗമായിട്ട് ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളൊരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന